പാപ്പുവ ന്യൂ ഗിനിയയില് ഈ നരഭോജികളുണ്ടെന്നാണ് പറയപ്പെടുന്നത്. അതായത് മോഡേണായിട്ട് ഇപ്പൊ ജീവിക്കുന്ന ആൾക്കാരുടെ ഇടയിലും ആദിമ വർഗത്തിന്റെ രീതികൾ വെച്ച് പുലർത്തുന്ന ആളുകൾ ഇപ്പോഴും ഉണ്ടെന്നാണ്. അതായത് 10-15 അടി ഹൈറ്റിൽ മഞ്ഞ് വീണ് കിടക്കുന്നിടത്ത് ആ മഞ്ഞ് വെട്ടിയിട്ട് അവിടെ ഒരു പാതയുണ്ടാക്കും. അപ്പൊ രണ്ട് സൈഡിലും മഞ്ഞിന്റെ ഒരു 10-15 അടി ഹൈറ്റുള്ള മതില് പോലെ ലാറ്റിൻ, പോർച്ചുഗൽ, ഈ അബോർജിനൽ ലാംഗ്വേജസ്, സ്പാനിഷ്, ഇംഗ്ലീഷ്, അങ്ങനെ ഒരു 10ലധികം ഭാഷകൾ സംസാരിക്കാൻ കഴിയുന്ന ഒരാളാണ് രാജ്. ഈ രാജ് ഇതിൽ പൈസ കൊടുത്ത് യാത്ര ചെയ്യുന്ന ഒരു യാത്രികൻ മാത്രമാണ്. ഇയാളും ചേർന്നിട്ട് ഇത്രയും 44 പേരുടെ വലിയ ലഗേജുകൾ മുഴുവൻ വണ്ടിയിൽ കയറ്റിക്കൊണ്ടിരിക്കുക. യാത്രയിൽ നമ്മൾ പരിചയപ്പെടുന്ന വിചിത്ര സ്വഭാവികളായ അല്ലെങ്കിൽ അത്ഭുതകരമായ പ്രത്യേകതകളുള്ള, നമ്മൾ അത്ഭുതപ്പെടുത്തുന്ന അനുഭവങ്ങളുള്ള ഒരുപാട് ആളുകളെ നമ്മൾ കണ്ടുമുട്ടും. യാത്ര ചെയ്യുന്ന പല ആളുകളും ഇതിൻ്റെ അടിയിലൊക്കെ കമൻറ്റുകളിൽ ഞങ്ങൾ യാത്ര ചെയ്യുന്നതാണ്, ഞങ്ങളിങ്ങനെ പ്രത്യേകതയുള്ള ആളുകളൊന്നും കാണുന്നില്ലല്ലോ എന്ന് ചോദിക്കുന്നുണ്ട്. അതിൻ്റെ പ്രധാന കാരണം നമ്മളുടെ കയ്യിലാണ് നമ്മുടെ ശത്രു ഉള്ളത്, നമ്മളുടെ മൊബൈൽ ഫോൺ. വൈഫൈ കിട്ടിക്കഴിഞ്ഞാൽ ഈ യാത്രികരെല്ലാവരും വൈഫൈ കണക്ട് ചെയ്ത മൊബൈൽ ഫോണിലേക്ക് നോക്കിയിരിക്കും. ആരും പരസ്പരം സംസാരിക്കില്ല, പുതിയ ഒരാളെ നോക്കി ചിരിക്കില്ല, പരിചയമില്ലാത്ത ഒരാളോട് സംസാരിക്കാൻ ശ്രമിക്കില്ല. ഞാൻ എൻ്റെ യാത്രകളിൽ ഇത്തരം ആളുകളെ കണ്ടാൽ ഞാൻ അങ്ങോട്ട് ചെന്ന് പരിചയപ്പെടും. അവർ സംസാരിക്കാൻ തയ്യാറാണെങ്കിൽ അവരുടെ കാര്യങ്ങളൊക്കെ സംസാരിക്കും. കഴിഞ്ഞ വർഷം ഞാനും എൻ്റെ രണ്ടാമത്തെ മകളും ജപ്പാനിലേക്ക് ഒരു യാത്ര പോയി. അത് ബെന്നീസ് റോയൽ ടൂറിസിൻ്റെ കൂടെയായിരുന്നു. അതാണ് ഞാൻ അവരോടൊപ്പം നടത്തുന്ന ആദ്യത്തെ യാത്ര. ഇപ്പം മോള് മെഡിക്കൽ കോളേജിൽ പോയതിന് ശേഷം, അതിനു മുമ്പ് +2+ എൻട്രൻസ് കോച്ചിങ്ങിന് ചേർന്നത് തൊട്ടിട്ട് അതിൻ്റെ 2 വർഷം, പിന്നെ ഈ MBBSൻ്റെ 5.5 വർഷം, അങ്ങനെ 7.5 വർഷം വേറെ യാത്രകളോ പിക്നിക്കുകളോ ഒന്നും അവൾക്കുണ്ടായിട്ടില്ല. പഠിത്തം. അപ്പോൾ ഞാനും ഭാര്യയും മകളും മരുമകനായിട്ടും ഒക്കെ ഉള്ള ചില യാത്രകൾ അല്ലെങ്കിൽ ചില ഗെറ്റ് ടുഗദേഴ്സിൻ്റെ ഒക്കെ ഫോട്ടോ കാണുമ്പോൾ അവൾക്ക് ഭയങ്കര സങ്കടമായിരുന്നു. എനിക്ക് വരാൻ പറ്റിയില്ലല്ലോ, എനിക്ക് കൂടാൻ പറ്റിയില്ലല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ അന്ന് അവൾക്കൊരു വാക്ക് കൊടുത്തു, നിന്റെ പരീക്ഷ കഴിഞ്ഞ് നീ നല്ല മാർക്കോട് കൂടി പാസ്സായാൽ നമ്മൾ രണ്ടുപേരും മാത്രമായിട്ട് ആരെയും കൊണ്ടുപോകാതെ നമ്മളൊരു യാത്ര പോകും. അങ്ങനെ അവളുടെ കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത് വന്നപ്പോൾ ഞങ്ങൾ അപ്പോൾ ബെന്നീസ് റോയൽ ടൂറിസ് ഒരു ജപ്പാൻ കൊറിയ യാത്ര അനൗൺസ് ചെയ്തിരുന്നു. അങ്ങനെ ആ യാത്രയിൽ ജപ്പാൻ മാത്രം. ആ സമയത്ത് എൻ്റെ അമ്മ സുഖമില്ലാണ്ടിരിക്കുന്നതുകൊണ്ട് 10 ദിവസത്തിൽ കൂടുതൽ എനിക്ക് മാറി നിൽക്കാൻ ധൈര്യമില്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് കൊറിയ കട്ട് ചെയ്തിട്ട് ജപ്പാൻ മാത്രം ഞങ്ങൾ രണ്ടുപേരും അവരുടെ കൂടെ യാത്ര ചെയ്തു. അപ്പോൾ ആ യാത്രാനുഭവങ്ങൾ പിന്നീട് ഒരിക്കലും പറയാം. പക്ഷെ ആ യാത്രയിൽ വെച്ചിട്ടാണ് ഞാൻ രാജ് എന്ന് പറഞ്ഞ ആളെ പരിചയപ്പെടുന്നത്. രാജ് ഒരു അത്ഭുത മനുഷ്യനാണ്. രാജ് ലാറ്റിൻ അമേരിക്കയിലും സൗത്ത് നോർത്ത് അമേരിക്കയിൽ പല സ്ഥലങ്ങളിൽ അദ്ദേഹം വർക്ക് ചെയ്തിരുന്നു. അദ്ദേഹത്തിൻ്റെ ജോലിയിലേക്കൊക്കെ ചില പ്രത്യേകതകളുണ്ട്. ഗവൺമെൻറ് സർവീസ് പോലെയുള്ളൊരു ഇതിലാണ് പുള്ളി അവിടെ വർക്ക് ചെയ്തിരുന്നത്. അങ്ങനെ ദീർഘകാലം ജോലി ചെയ്തു. അപ്പോൾ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് സ്പാനിഷ്, പോർച്ചുഗൽ, ഇപ്പോൾ പെറുവിലെ ഇൻക വംശജരുടെ ഭാഷ വരെ അദ്ദേഹത്തിന് സംസാരിക്കാൻ അറിയാം. അപ്പോൾ അതൊരു ബഹുഭാഷകൾ സംസാരിക്കുന്ന ആള്. ലാറ്റിൻ സംസാരിക്കും, ലാറ്റിൻ, പോർച്ചുഗൽ, ഈ അബോർജിനൽ ലാംഗ്വേജസ്, സ്പാനിഷ്, ഇംഗ്ലീഷ്, അത്യാവശ്യം തമിഴ്, അത്യാവശ്യം ഹിന്ദി, മലയാളം, അങ്ങനെ ഒരു 10ലധികം ഭാഷകൾ, വളരെ ലോകഭാഷകൾ തന്നെ സംസാരിക്കാൻ കഴിയുന്ന ഒരാളാണ് രാജ്. അപ്പോൾ രാജ് ഒരു 50 വയസ്സൊക്കെ കഴിഞ്ഞപ്പോൾ പുള്ളി ജോലിയിൽ നിന്ന് വളണ്ടറി റിട്ടയർ ചെയ്തു. അപ്പം ആള് ബാച്ചിലറാണ്, ക്രോണിക് ബാച്ചിലറാണ്, കല്യാണമൊന്നും കഴിച്ചിട്ടില്ല. ഈ ജോലിയിൽ നിന്ന് വളണ്ടറി റിട്ടയർമെൻറ്റ് എടുത്ത് അപ്പോൾ വലിയ തുക കിട്ടും. അവിടുത്തെ ഗവൺമെൻറ് സർവീസിൽ വർക്ക് ചെയ്തിരുന്ന ആളുടെ വലിയ തുക ബാങ്കിലുണ്ട്. പിന്നെ വേഗം തൂക്കി യാത്രകളാണ്. യാത്രകൾ എന്ന് പറഞ്ഞാൽ ഒറ്റയ്ക്കുള്ള യാത്രകൾ. കാരണം ഭാഷ കയ്യിലുള്ളവരൊന്നും പേടിക്കാനില്ലല്ലോ. അപ്പം രാജ അങ്ങനെ യാത്രയാണ്. ഒരു 150-160 രാജ്യങ്ങൾ കറങ്ങി കഴിച്ചു. നമ്മൾ
ചിന്തിക്കാത്ത സ്ഥലങ്ങളിലൊക്കെ പാപ്പുവ ന്യൂഗിനിയ എന്നൊക്കെ പറഞ്ഞ ചെറിയ ചില ദ്വീപ രാജ്യങ്ങളുണ്ട്. അവിടെയൊക്കെ പോയി താമസിച്ചിട്ടുണ്ട്. പാപ്പുവ ന്യൂഗിനിയയിൽ ഈ നരഭോജികളുണ്ടെന്നാണ് പറയപ്പെടുന്നത്. അതായത് മോഡേണായിട്ട് ഇപ്പോൾ ജീവിക്കുന്ന ആൾക്കാരുടെ ഇടയിലും ആദിമ വർഗത്തിൻ്റെ ഗോത്രത്തിൻ്റെ രീതികൾ വെച്ച് പുലർത്തുന്ന ആളുകൾ ഇപ്പോഴും ഉണ്ടെന്ന് പറഞ്ഞാൽ അങ്ങനെയുള്ള ചില അനുഭവങ്ങളൊക്കെ രാജു പറഞ്ഞു കേൾക്കുമ്പോൾ നമ്മളിങ്ങനെ വായ വിളിച്ചിരിക്കും. യഥാർത്ഥത്തിൽ ഈ യാത്രാനുഭവങ്ങൾ പറയാൻ രാജാണ് ഇരിക്കണമെന്നുണ്ടെങ്കിൽ രാജ ഇങ്ങനെ തയ്യാറാവുകയാണെങ്കിൽ കഥകളുടെ ഒരു അക്ഷയ ഖനി തന്നെ ആയിരിക്കും അദ്ദേഹം. പക്ഷെ പുള്ളിക്ക് ഇതിലൊന്നും താല്പര്യമില്ല. ഫോട്ടോ എടുക്കില്ല, ഫോട്ടോ എടുക്കാൻ നിൽക്കില്ല. ഫോട്ടോയിൽ നിന്ന് ഒഴിവാവാൻ രാജു ചെയ്യുന്നൊരു സൂത്രമുണ്ട്. കുറച്ച് ഗ്രൂപ്പായിട്ട് യാത്ര ചെയ്യുമ്പോൾ ഒരു ഫോട്ടോ എടുക്കാന്ന് പറഞ്ഞാൽ ഉടനെ പുള്ളി പറയും ഞാൻ എടുക്കാം എന്ന് പറഞ്ഞിട്ട് പുള്ളി ഫോട്ടോ എടുക്കുക. അതുകൊണ്ട് ഒരു ഫോട്ടോയിലും രാജു ഉണ്ടാവില്ല. ഞാൻ ഈ ജപ്പാൻ യാത്രയിൽ ആൽപൈൻ ടൂർ എന്ന് പറഞ്ഞിട്ടൊരു സ്നോ കോറിഡോറിൽ പോകുന്നുണ്ടായിരുന്നു. സ്നോ കോറിഡോർ എല്ലാ സീസണിലും ജപ്പാനിൽ പോകുമ്പോൾ കാണാൻ പറ്റില്ല, അത് ചില സീസൺസിലാണ്. അപ്പം എത്രയോ അടി, അതായത് 10-15 അടി ഹൈറ്റിൽ മഞ്ഞ് വീണ് കിടക്കുന്നിടത്ത് ആ മഞ്ഞ് വെട്ടിയിട്ട് അവിടെ ഒരു പാതയുണ്ടാക്കും. ആ റൂട്ടിൽ കൂടെ ബസ്സുകളും വാഹനങ്ങളൊക്കെ പോകാനുള്ളൊരു പാതയുണ്ടാക്കും. അപ്പോൾ രണ്ട് സൈഡിലും മഞ്ഞിൻ്റെ ഒരു 10-15 അടി ഹൈറ്റുള്ള മതില് പോലെ ആണ്. അപ്പോൾ അത് കാണാൻ ആൽപൈൻ റൂട്ട് എന്ന സ്നോ കോറിഡോർ എന്നൊക്കെയാണ് അതിന് പറയുന്നത്. അത് വളരെ ടൂറിസ്റ്റുകളെ ആകർഷിക്കുന്ന ഒരു സ്ഥലമാണ്. അപ്പോൾ അത് കാണാൻ വേണ്ടിയിട്ട് ആ യാത്രയിൽ അവിടെ പോകുന്നുണ്ട്. അപ്പോൾ രാജ് മുമ്പ് ജപ്പാനിൽ വന്നപ്പോൾ ഈ സ്ഥലം മാത്രം സന്ദർശിക്കാൻ പറ്റിയിരുന്നില്ല. അപ്പോൾ ബെന്നിയായിട്ട് നല്ല സൗഹൃദമുണ്ട്. അപ്പോൾ രാജ ആ സമയത്ത് വേറെ ഏതോ വിദേശ രാജ്യത്തുണ്ട്. അപ്പം രാജു ഈ സ്നോ കോറിഡോർ വിസിറ്റ് ചെയ്യുമ്പോൾ ജോയിൻ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ഈ ട്രിപ്പിൽ സ്നോ കോറിഡോറിൻ്റെ സമയത്ത് പോകുന്നതിൻ്റെ 2 തലേ ദിവസം രാജു വന്ന് ജോയിൻ ചെയ്തു. അങ്ങനെയാണ് രാജനെ ഞാൻ പരിചയപ്പെടുന്നത്. ഇപ്പോൾ ഈ ആമസോൺ ട്രിപ്പിൽ രാജു മസ്റ്റായിട്ട് വേണമെന്ന് ബെന്നി നിർബന്ധിച്ച് ഇൻസിസ്റ്റ് ചെയ്തിട്ടാണ് രാജു ഈ സ്ഥലങ്ങളൊക്കെ യാത്ര ചെയ്തിട്ടുള്ളതാണ്. പക്ഷെ ഈ ആദ്യമായിട്ട് ലാറ്റിൻ അമേരിക്കയിലേക്ക് ഒരു വലിയ യാത്ര ചെയ്യാണ് ബെന്നി. അപ്പോൾ രാജന് നിർബന്ധമായിട്ട് വരണമെന്ന് പറഞ്ഞിട്ട് വരുത്തിയതാണ്. അതുകൊണ്ട് രാജന് ഈ ഭാഷകളെല്ലാം അറിയാം. ലാറ്റിൻ അറിയാം, പോർച്ചുഗൽ അറിയാം, സ്പാനിഷ് അറിയാം. ഇതൊക്കെ ഈ സ്ഥലങ്ങളിലൊക്കെ സ്പാനിഷും പോർച്ചുഗലും ലാറ്റിനും ഒക്കെ ഉണ്ട്. ഈ അബോറിജിനൽ ലാംഗ്വേജസ് അറിയാം. അങ്ങനെ രാജ് വീണ്ടും ഈ യാത്രയിൽ ഞങ്ങളോടൊപ്പം ജോയിൻ ചെയ്തു. അപ്പോൾ രാജ് നമുക്കറിയാത്ത അവിടുത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞു തരും. അവിടെയുള്ള ചില പ്രത്യേകതരം ഡിഷുകൾ നമ്മളെ പരിചയപ്പെടുത്തും, ചില ഡ്രിങ്ക്സ് പരിചയപ്പെടുത്തും. അപ്പം അങ്ങനെ രാജ് വലിയൊരു സഹായിയായിരുന്നു. അപ്പം അതിൻ്റെ ഏറ്റവും ഹൈറ്റ് നമ്മൾ കാണുന്നത് എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു എയർപോർട്ടിൽ ലഗേജ് എല്ലാം എല്ലാവരെയും കയറ്റി എയർപോർട്ടിലേക്ക് കൊണ്ടുപോയി കഴിഞ്ഞപ്പോൾ ഫ്ലൈറ്റ് ടൈം എന്തോ മാറി, വൈകുന്നേരത്തേക്ക് എന്തോ ആയി. അപ്പോൾ ഈ യാത്രക്കാരുടെ കയ്യിലൊക്കെ അവരുടെ ഹാൻഡ് ലഗേജ് അവരുടെ കയ്യിലുണ്ട്, അത്യാവശ്യമുള്ള സാധനങ്ങളൊക്കെ കയ്യിലുണ്ടാവുമല്ലോ. അപ്പോൾ ഈ ലഗേജിനെയാണ് കൊണ്ടുപോയി കയറ്റി അവിടെ കൊണ്ടുപോയി വെച്ചാൽ പിന്നെ ഇനി തിരിച്ചവിടെ കൊണ്ടുവന്നിട്ട് വീണ്ടും വൈകുന്നേരം വീണ്ടും കൊണ്ടുപോകേണ്ട കാര്യമില്ല. അവിടെ ലോക്കർ സിസ്റ്റം ഉണ്ട്. പക്ഷെ ആളുകളെല്ലാവരും അവർക്ക് ബാഗ് വേണമെന്ന് വാശി പിടിച്ചു. അപ്പോൾ എയർപോർട്ടിലേക്ക് നമ്മൾ ചെല്ലുമ്പോൾ കാണുന്ന കാഴ്ച, അവിടെ നമ്മളായിട്ട് അഫിലിയേറ്റ് ചെയ്തിട്ടുള്ള ട്രാവൽ ഏജൻസിയിലെ ഒരു സ്ത്രീയും ഈ രാജ് ഇതിന് പൈസ കൊടുത്ത് യാത്ര ചെയ്യുന്ന ഒരു യാത്രികൻ മാത്രമാണ്, ഇയാളും ചേർന്നിട്ട് ഇത്രയും 44 പേരുടെ വലിയ ലഗേജുകൾ മുഴുവൻ വണ്ടിയിൽ കയറ്റിക്കൊണ്ടിരിക്കുക. പോർട്ടർമാരൊന്നുമില്ലല്ലോ അവിടെ. നമ്മുടെ നാട്ടിലെ പോർട്ടർമാരൊന്നുമില്ല. ഒരാൾക്ക് പൈസ കൊടുത്താലൊന്നും നടക്കില്ല. ഇത് കയറ്റി ഇയാൾ തിരിച്ചു കൊണ്ടുവരികയാണ് ഈ ബാഗ്. അന്ന് എനിക്ക് ഭയങ്കരമായിട്ട് അയാളോട് സഹതാപവും റെസ്പെക്റ്റും തോന്നി. ഇങ്ങനെയുള്ള ചില അയാള് ഇതിന് യാത്ര ചെയ്യുന്നതിനേക്കാൾ ആൾക്കാരെക്കാൾ കൂടുതൽ രാജ്യങ്ങൾ യാത്ര ചെയ്തിട്ടുള്ള ആളാണ്. ഇതിനേക്കാൾ കൂടുതൽ പരിചയമുള്ള പണമുള്ള ആളാണ്. അയാളിത് ചെയ്യേണ്ട കാര്യമില്ല. പക്ഷെ എയർപോർട്ടിൽ ഈ ടിക്കറ്റുകൾ ചെക്കിൻ, ഈ ഓട്ടോ ചെക്കിനൊക്കെ ഉണ്ട്, ഈ കമ്പ്യൂട്ടർ ചെക്കിനൊക്കെ ഉണ്ട് അവിടെ എയർപോർട്ടുകളിൽ. ഈ ആൾക്കാരുടെ മുഴുവൻ ചെക്കിൻ ചെയ്ത് കൊടുക്കുക. അങ്ങനെ ഫുൾ ടൈം സഹായിയായിട്ടുള്ള ഒരാൾ. യാത്രകളുടെ കഥകൾ കേൾക്കാൻ മാത്രം കഥകളുണ്ട്, ഓരോ രാജ്യങ്ങളിലെ അനുഭവങ്ങൾ.
വിചിത്രമായ അനുഭവങ്ങൾ ഒക്കെയുള്ളവരാണ്. ഞാൻ ഈ യാത്രകളിൽ പരിചയപ്പെട്ട എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട സുഹൃത്താണ് ഇപ്പോൾ രാജ്. രാജ് കൂടെ ഉണ്ടെങ്കിൽ ലോകത്ത് എവിടെ വേണമെങ്കിലും നമുക്ക് ധൈര്യമായിട്ട് പോവാം. നമ്മൾ ടേക്ക് കെയർ ചെയ്യും. ഭാഷയിലുള്ള ജ്ഞാനം കൊണ്ട് നമുക്ക് വേറെ ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. ഞാനും രാജും മാത്രമായിട്ട് ചില യാത്രകൾ ഇപ്പോൾ പ്ലാൻ ചെയ്തിട്ടുണ്ട്. വളരെ സ്വപ്നതുല്യമായ അല്ലെങ്കിൽ നടക്കാൻ വളരെ ബുദ്ധിമുട്ടുള്ള ചില യാത്രകൾ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അത് അടുത്ത വർഷം ഒക്കെ ആയിട്ട് സംഭവിക്കണമെന്നാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. സംഭവിച്ചതിന് ശേഷം ഞാനത് നിങ്ങളോട് പറയാം. കാരണം നേരത്തെ പറഞ്ഞിട്ട് അതിൻ്റെ ഫലമില്ലാതാവണ്ടല്ലോ.